ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പ്ലം കേക്കാണ്. ക്രിസ്മസ് വരെയല്ലേ, എല്ലാ വീടുകളിലും ക്രിസ്മസിന് ഒരു പ്ലം കേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി റമ്മോ വൈനോ ഒന്നുമില്ലാതെ, ഓവൻ പോലുമില്ലാതെ ഈസിയായി എങ്ങനെ ഒരു പ്ലം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രഷ് ജ്യൂസ് വേണം എടുക്കാൻ, വെള്ളം ഒട്ടും ചേർക്കരുത്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറി ഫ്രൂട്ട് ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ബദാം ഉണ്ട്, കാഷ്യൂ നട്ട് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ കുറവ്, കയ്യിലുള്ളതനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഇതിട്ട് വെച്ചിരിക്കുന്നത്. വൈകിട്ടാകുമ്പോഴേക്കും ഞാനിത് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൈറ്റ് കംപ്ലീറ്റ് ഇതേപോലെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ രാവിലെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒരുവിധം സോക്കായി കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു നൈറ്റ് കംപ്ലീറ്റ് വെച്ചാലും മതി. നമ്മൾ രാവിലെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. അപ്പോൾ ഇത് ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായി അബ്സോർബ് ചെയ്ത് ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമുക്ക് ഈ ജ്യൂസ് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: 1.5 കപ്പ് മൈദ, പിന്നെ എക്സ്ട്രാ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്ത് കോട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അത് കേക്ക് മിക്സിലേക്ക് ഇടാനുള്ളതാണ്. പിന്നെ ഓറഞ്ച് സെറ്റ്, അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചെത്തിയെടുക്കുന്നതാണ്. ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളഭാഗം അതിൽ പെടാൻ പാടില്ല. വെള്ളഭാഗം പെട്ടാൽ ഭയങ്കര കയ്പ്പ് വരും. ഓറഞ്ച് സെറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. നിങ്ങളത് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പീൽ ചെയ്തെടുക്കുക. എന്ത് ചെയ്താലും അതിൻ്റെ ഉൾഭാഗത്തുള്ള വെള്ളഭാഗം വരരുത്. മേലെയുള്ള ഓറഞ്ച് കളറിലെ ആ സ്കിൻ മാത്രമേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പം ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ സാധാ ഷുഗർ ആയാലും അത് നിങ്ങൾ കാരമലൈസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ സാധാരണ ഷുഗർ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് ഉണ്ട്. കാരണം 1.5 കപ്പ് മൈദ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ 1.25 കപ്പ്, 2 കപ്പ് വരെ വേണമെങ്കിൽ എടുക്കാം. അധികം മധുരം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 1.25 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ സാധാ ഷുഗറാണ് യൂസ് ചെയ്യണതെങ്കിൽ അത് നിങ്ങൾ കാരമലൈസ് ചെയ്യണം. ആ ഷുഗറിൽ കൂടെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അത് കാരമലൈസ് ചെയ്ത് നല്ലൊരു കോഫി ബ്രൗൺ കളറായി വരുമ്പോൾ അത് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആറിക്കഴിയുമ്പോൾ കേക്ക് മിക്സിലേക്ക് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഈസിയാണ്. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനത് എടുത്തതാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ 1.25 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ട 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ സൈസ് മുട്ടയാണ്. അത് പ്രത്യേകിച്ച് റൂം ടെമ്പറേച്ചറിലായ മുട്ട തന്നെ വേണം. മുട്ട ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വയ്ക്കണം. റൂം ടെമ്പറേച്ചറിലായ മുട്ട മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ബട്ടറും. ഇവിടെ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ അതും റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബട്ടർ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 1.5 കപ്പാണ് മൈദ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പട്ടയും ഗ്രാമ്പും പിന്നെ ജാതിക്കയും കൂടെ പൊടിച്ചെടുത്തത്, അത് 1 ടീസ്പൂൺ മതി. പിന്നെ നിങ്ങൾ ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് തരുന്നത്. ബേക്കിംഗ് പൗഡർ 1.25 ടീസ്പൂൺ.
വാനില എസൻസ് 1 ടീസ്പൂൺ. ആദ്യം ഒരു സ്ട്രെയിനറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് പൗഡർ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് അരിച്ചെടുക്കാം. ഇത് നമ്മളൊരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇടാം. ബട്ടർ എടുക്കുമ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, റൂം ടെമ്പറേച്ചർ ആയത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ബട്ടർ ഒരു ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷെ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് അല്പമായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് അല്പം ഇടാം. ഇപ്പോൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ഇടാം. ഇനി നമുക്ക് അടുത്ത മുട്ടയിടാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് മുട്ടയും ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ആദ്യം ഒരു സ്പാറ്റില കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഡ്രൈ മിക്സ് എല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച് അരിച്ചെടുത്തില്ലേ, ആ ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റർ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം അധികം നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ
ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അതിൻ്റെ കേക്കിൻ്റെ താഴെ പോയി കിടക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ മൈദയിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിലേക്ക് ഇടാം. ഇനി നമുക്കിത് ഒരു സ്പാറ്റുല കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പാറ്റുല കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു കേക്ക് മൗൾഡിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് കേക്ക് മൗൾഡിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് മൗൾഡിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബട്ടർ പേപ്പർ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ കേക്ക് മൗൾഡ് വെച്ച് ഒരു റൗണ്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഈ സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ മൗൾഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ തേച്ചതുകൊണ്ട് ഇത് നല്ലപോലെ ചേർന്നിരുന്നോളും. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡിൽ നീളം നോക്കിയിട്ട് ബട്ടർ പേപ്പർ ഇതേ നീളത്തിൽ കട്ട് ചെയ്ത് റൗണ്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ സൈഡിലൊക്കെ ഇവിടെ ഒക്കെ നമ്മൾ ബട്ടർ തേച്ചിരിക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇത് പൊങ്ങി പോയാലും പുറത്തേക്ക് പോകാണ്ടും കുറച്ച് ഹൈറ്റിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് മൗൾഡ് റെഡിയായി. ഞാൻ ബട്ടർ പേപ്പർ കണ്ടോ മേലേക്കും വെച്ച് കൊടുത്തു. കണ്ടോ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കേക്ക് അല്പം പൊങ്ങി പോന്നാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പാറ്റുല കൊണ്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിൽ കണ്ടില്ലേ പൊടിയുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ 2 കളറായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ പിസ്സ ഉണ്ടാക്കിയപ്പോൾ അതിനു മുമ്പ് കേക്ക് ഉണ്ടാക്കിയപ്പോഴും ഉപയോഗിച്ച ഉപ്പിൻ്റെ പകുതി ഇതിലുണ്ട്, ബാക്കി ഇപ്പോൾ ഇട്ട ഉപ്പാണ്. ആ ഉപ്പിൻ്റെ മീതെ കൂടെ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് മൗൾഡ് ഇറക്കി വെക്കാം. വളരെ സൂക്ഷിച്ച് വേണം, നന്നായി ചൂടായി കിടക്കുന്നതാണ്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 45 to 50 മിനിറ്റ്സ് വെക്കണം. ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറകിലുള്ള ബട്ടർ പേപ്പർ എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഈ കേക്ക് തിരിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇത് ശരിക്കും 3 ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.